പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനെ എത്രയും പെട്ടെന്ന് അവിടുന്ന് ഓടിക്കാൻ വേണ്ടി വൈജയന്തി ഓർഡർ കൊടുത്തല്ലോ. ഏതായാലും ഇതറിയുമ്പം മനു കയറി എതിർക്കുമെന്നറിയാം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബാലേന്ദ്രൻ മുകളിൽ നിന്ന് അലീനോട് പറയുന്നത്, ഇന്ന് തൊട്ട് നീ അമ്മയെ മാത്രം നോക്കിയാൽ പോരാ, എന്നെയും നോക്കണമെന്ന്. സ്വാഭാവികമായിട്ടും വൈജയന്തി അതിൻ്റെ അകത്ത് കയറി ഇടപെടും. അന്നേരം നേരത്തെ പോലെ ബാലേന്ദ്രൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല വൈജയന്തിക്ക്. ആ രീതിയിലുള്ള മറുപടികളാണ് ബാലേന്ദ്രൻ്റെ വായിൽ നിന്ന് വരുന്നത്. ഏതായാലും അങ്ങനെ ഒരു തീരുമാനം വരുന്നു. വൈജയന്തിക്ക് ആകെ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വരുന്നുണ്ട്. അലീനയോട് ആകെ അന്തം വിട്ട് നോക്കിയപ്പോൾ ഉണ്ട് ബാലേന്ദ്രൻ്റെ ഈ മാറ്റത്തിൽ എല്ലാവരും, മനു അടക്കം. ഏതായാലും ഇത് കഴിഞ്ഞ് അലീനെ മുകളിലേക്ക് വിളിപ്പിക്കുന്നുണ്ട് ബാലേന്ദ്രൻ. അലീന റൂമിലേക്ക് കയറുമ്പം ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അലീനയ്ക്ക്. കാരണം പെട്ടെന്നൊരു വേറൊരു ക്യാരക്ടറായി മാറിയല്ലോ ബാലേന്ദ്രൻ. അതുകൊണ്ട് ഇത്തിരി പേടിയോടെയാണ് റൂമിലോട്ട് കയറി ചെല്ലുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ സത്യം മാത്രമേ പറയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എന്നിങ്ങനെ പറയുന്നു. ബാലേന്ദ്രൻ ഇങ്ങനെ പറയുന്നതേ അലീനയ്ക്ക് ആകെ ടെൻഷൻ ആകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുവാണ്, നീ വൈജയന്തിയെ നിൻ്റെ സ്വന്തം അമ്മയായിട്ടാണ് കണ്ടത് അല്ലേ എന്നിങ്ങനെ ചോദിക്കുക. അത് കേൾക്കുന്നേ വിങ്ങി പൊട്ടിപ്പോവാണ് അലീന മുഖം പൊത്തി വിങ്ങി കരയുന്നുണ്ട്. ബാലേന്ദ്രൻ അതെല്ലാം കണ്ട് അടുത്ത് നിൽപ്പുണ്ട്. ബാലേന്ദ്രൻ അറിയാം ഈ ജീവിതത്തിൽ അനീതി നേരിടേണ്ടി വന്നത് ബാലേന്ദ്രനും അതുപോലെ അലീനയ്ക്കും ആണ് എന്ന്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് വൈജയന്തിയുടെ അഹങ്കാരവും ഹുങ്കും കുറയ്ക്കാൻ വേണ്ടി തന്നെ ബാലേന്ദ്രൻ അലീനയെ ചേർത്ത് നിർത്തും. അത് കണ്ട് സഹിക്കാൻ വയ്യാതെ വീണ്ടും പൊട്ടിത്തെറികളുണ്ടാകും ആ വീട്ടിൽ. ഏതായാലും ഇതൊക്കെയാണ് ഇപ്പോൾ പ്രൊമോ ആയിട്ട് കാണിച്ചത്.